ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നും നമ്മളൊരു ചെടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മണി പ്ലാന്റ് മാത്രമാണല്ലോ. സൈഡിലൊരു ബുദ്ധനും ഉണ്ട്. അപ്പൊ ഈ ബുദ്ധനും മണി പ്ലാന്റും ആയിട്ട് എന്താണ് ബന്ധം? ബുദ്ധനും മണി പ്ലാന്റും ആയിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ആ ഒരു വലിയൊരു ഭംഗിയായിട്ടും എനിക്ക് തോന്നണില്ല. അപ്പൊ ബുദ്ധൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡിൽ ഒരു ബാമ്പു ഒക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് ആയിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലിയ ബാമ്പു ഒന്നും വീട്ടിന്റെ അകത്ത് ഇതേപോലുള്ള കുഞ്ഞ് ബുദ്ധന്റെ കൂടെ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഇനി എന്തെങ്കിലും വഴി ഉണ്ടാവോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ട്, ബാമ്പു അല്ല, പക്ഷെ ബാമ്പു പോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ലുക്ക് ഒന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മണി പ്ലാന്റിനെ തൽക്കാലം അങ്ങ് മാറ്റിയിട്ട് നമ്മളെ പുതിയ പ്ലാന്റ് ഈ പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ സൈഡിൽ വയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി ലുക്ക് ആയിട്ടില്ലേ? നേരത്തെ മണി പ്ലാന്റ് വച്ചിരുന്നേക്കാട്ടി അടിപൊളി ഒരു ലുക്കായി. അതുപോലെ തന്നെ ബുദ്ധന്റെ അടുത്ത് ഒരു ബാമ്പു ഒക്കെ വന്നൊരു ഫീൽ വന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഈ പ്ലാന്റിന്റെ സൈസ് നിങ്ങളൊന്ന് നോക്കൂ, എത്ര ചെറുതാണെന്ന്. പക്ഷെ ഇതിന്റെ ലുക്കോ അടിപൊളിയാണ്. ഞാനിത് ബാമ്പുവിന് പകരമാണല്ലോ ഇവിടെ റീപ്ലേസ് ചെയ്തത്. പക്ഷെ ഇത് ബാമ്പു അല്ല, ഇതൊരു പാം വെറൈറ്റിയാണ്. പാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പൊക്കത്തിലൊന്നും വളരുന്ന ഒരു വെറൈറ്റി അല്ല, ഇതൊരു മിനിയേച്ചർ പാം വെറൈറ്റിയാണ്. അപ്പൊ ഇതിന്റെ പേര് തന്നെ ബാമ്പു പാം അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പാം എന്നൊക്കെയാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഷോർട്ട് കേസിലോ അല്ലെങ്കിൽ നമ്മളെ കിച്ചണില്, ബെഡ്റൂമില്, നമ്മളെ ലിവിങ് ഏരിയയില് എവിടെ വേണമെങ്കിലും നമുക്ക് വളരെ സ്പേസ് കുറഞ്ഞെടുത്ത് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്, ഒരു പാം വെറൈറ്റി ആണ്. അതുപോലെ തന്നെ ഇതേപോലെ നമ്മളിപ്പോ പുതിയതായിട്ട് വീടൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പൊ എല്ലാ വീടിന്റെയും മെയിൻ അട്രാക്ഷൻ ആയി മാറിയിരിക്കുകയാണ് ഈ ബുദ്ധയുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡോർ പ്ലാന്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്ലാന്റ് കൂടെയാണിത്. അപ്പൊ ഇത് ഇപ്പൊ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വളരെ കുഞ്ഞു പോട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇരിക്കുന്നത്. ഈ പോട്ട് ഒന്ന് മാറ്റി ഒരു സെറാമിക് പോട്ടിലോട്ടൊക്കെ ഇത് നമ്മൾ മാറ്റി നട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലുക്ക് തന്നെ ഒന്ന് മാറുന്നതാ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇലകളുടെ ഒക്കെ ഭംഗി. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ബാമ്പു പോലെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബാമ്പു പാം എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഇതിന്റെ പോട്ടിംഗ് മിക്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ കൊക്കോ പീറ്റും അതേപോലെ തന്നെ പെർലൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറിലാണ് ഈ പാം ഇപ്പൊ നട്ടിരിക്കുന്നത്. അതേ പോട്ടിംഗ് മിക്സർ തന്നെ യൂസ് ചെയ്താൽ മതി. ഈ പോട്ടിൽ തന്നെ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു നെക്സ്റ്റ് സൈസ് പോട്ടിലോട്ട് മാറ്റി നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഈ പാം ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാം. വളരെ സ്പേസും മതി, അത് വളരെ കുറഞ്ഞ സ്പേസും മതി. അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് കൂടെയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. പിന്നെ ഈ പാം കൊണ്ടിട്ടുള്ള വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ട്, ബുദ്ധ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അതിന്റെ കൂടെ ഒരു ലൈവ് പ്ലാന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയില് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് നമുക്ക് ഇതൊരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് കൂടെയാണ് ഇത്. അപ്പൊ ഇതിന് വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ഡെയിലി ഒന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5-6 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ മേൽ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് വളരെ മെയിൻ്റനൻസ് ഫ്രീയും അതേപോലെ തന്നെ വളരെ സ്പേസ് കുറഞ്ഞത് എന്നാൽ കാണാൻ നല്ല ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ബാമ്പു പാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പാം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞൻ പാമ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമുക്ക് വളരെ കുറഞ്ഞ സ്പേസ് മതി ഈ പാം വളർത്തിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ കിച്ചണിലോ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളിൽ എവിടെ വേണമെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് വളർത്താം. ഇപ്പൊ വീടൊക്കെ വെക്കുന്ന ഒരു TV യൂണിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് കേസ് പോലെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഈ സൈസിലുള്ളത്, ഇതേ സെയിം പോട്ടിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനും അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 130 രൂപയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഈ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ
പ്ലാന്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. 130 രൂപയാണ് ഈ ഒരു പോട്ടിലുള്ള ഈ പാമ്പിന് നമുക്ക് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.